നല്ല രസമുണ്ട്. ഈ സൂര്യൻ്റെ വെളിച്ചം നന്നായിട്ട് തിളങ്ങണ് കണ്ടില്ല, ഒരു സ്വർണ്ണ കളറാവും. ഗുഡ് മോർണിംഗ്. സമയം 11 മണിയായി. എന്നാൽ മെല്ലെ റൈഡ് തുടങ്ങാം. ഏകദേശം എൻ്റെ ലഗേജൊക്കെ ഒന്ന് സൈക്കിളിൽ ഫിറ്റ് ചെയ്യാണ്ട്, അതും കൂടി വെക്കാം, എന്നിട്ട് പോവാം. സൈക്കിൾ തവിടെ കണ്ടില്ലേ, റോഡൊക്കെ ആകെ മോശനെ കൊണ്ട് ആകെ ചളി പിടിച്ചെടുക്കുക. ഒന്ന് കേൾക്കാണ്ട്, എന്നാലും റോഡിൻ്റെ അവസ്ഥ ഒക്കെ നോക്കട്ടെ. ഉണ്ടോ നല്ല കട്ട ചളി. मम्मी किधर है? हम जा रहे हैं. हम जा. ओके, थैंक यू, बाय बाय. ओके. पेरका पेरका. ഇത് കുറച്ച് തെറ്റില്ലാത്ത സിറ്റി ആട്ടോ. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സിറ്റി കാണുന്നു ഇപ്പോൾ. ഒരു അമ്പലം ഉണ്ടല്ലോ. ഒരു ദാബണ്ടപ്പോൾ നിർത്തിയാണ്. ഇന്നലെ രാത്രി തന്നെ വരയ്ക്ക് കഴിച്ചില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോവാട്ടോ. അപ്പം ഇന്ന് കഴിക്കാനിതാ റൈസ് ഉണ്ട്, പിന്നെന്താ രജ്മ, ദാല്, പിന്നെ ആലു, സാലഡ്. ആഹാ, എല്ലാം ഉണ്ട് കേട്ടോ. ഒരു താലി തന്നെയാണിത്. അപ്പോൾ അത് കഴിക്കാം, എന്നിട്ട് മെല്ലെ പോവാം. എന്നാൽ റൈഡ് തുടങ്ങല്ലേ. ഇവിടുന്ന് പത്താങ്കോട്ട് 149 കിലോമീറ്റർ ഉണ്ട്. ഇന്നെത്താൻ പറ്റലുണ്ടാവില്ല. സമയം 12 മണിയായി. ഇപ്പം തന്നെ എത്താണെങ്കിൽ ഓക്കെയാണ്, കാരണം അവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്. ഇല്ല എന്തായാലും നമുക്ക് പോയി നോക്കാം. സമയം 12 മണി ആയാലും എന്താ നൈസായിട്ട് തണുപ്പുണ്ട് കേട്ടോ. അതാണ് നല്ല സുഖമുണ്ട് ചവിട്ടാൻ. പിന്നെ വെയിലൊന്നും കുറവാ. ആഹാ, ശരി, അരുവിയൊക്കെ ഉണ്ടല്ലോ. ആഹാ, പുതിയ കാർ എടുത്തതിൻ്റെ പൂജ തോന്നുന്നു.
നമ്മളിപ്പോൾ ചൗന്ദ്ര എന്ന് പറഞ്ഞ ടൗണിലെത്തിട്ടോ. എല്ലാ സ്ഥലത്തും ഈ ദീപാവലിൻ്റെ തിരക്കെന്നാ. ആളുകൾ പടക്കം വാങ്ങാനും ദീപാവലി മുട്ടായി വാങ്ങാനും എല്ലാത്തിനും. ആഹാ, നല്ല യൂക്കാലിപ്സ് മരത്തിൻ്റെ ഇടയിൽ കൂടെ ആ തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. Thank you. നല്ല സുഖമുണ്ട് കേട്ടോ. ആ നൈസായിട്ട് തണുപ്പുണ്ടാനെ കൊണ്ടേ അടിപൊളിയാണ്. പത്താംകോട്ട് ഒരു 135 കിലോമീറ്ററും കൂടി. ബൈസിനകത്ത് ടൗൺ ആട്ടോ. എല്ലാ ടൗണിലും നല്ല തിരക്കാ, പ്രത്യേകിച്ച് ഈ സമയം അതിനെക്കൊണ്ടോ. Oi. നല്ല ബ്ലോക്കാണല്ലോ. പത്താംകോട്ട് ഒരു 130 കൂടി.
നല്ല ബ്ലോക്കാണല്ലോ. സുങ്കൽ ലോറി മുതൽ വണ്ടി വരെ കെട്ടാളുണ്ട്. ഇവിടുത്തെ കൃഷി തന്നെ ഒക്കെ മാറാൻ തുടങ്ങി. ഇപ്പം എന്താ പറയുക, ഹിമാചലിന് ഇങ്ങനെ പഞ്ചാബിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഇവിടെ ഇപ്പം ഇതാണ് എന്താണ് തേയിലത്തോട്ട നിറച്ചു. മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അറിയണ്ട്. ഒരുപാട് പോവൊന്നും വേണ്ട. അല്ല, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചു പോണ്. നിറച്ചും കല്ലുകളാട്ടോ. ഇത് വെള്ളാരം കല്ലുകൾ. ഓ, ഞാൻ റൈഡ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇന്ന് രാവിലെ കുറച്ച് പാരക്കോട് ഡിപ്പുണ്ട്, അത് കഴിക്കാം. എന്താ ഇരിക്കുന്ന ആള് ഉണ്ടല്ലേ. അവിടുന്ന് പറിച്ചതാ, എന്തായാലും പാകം അയക്കണ്. പത്താംകോട് ഇനി 95. എന്തായാലും വൈകുന്നേരമായി, എത്തുന്നിടത്തോളം പോവാം. കണ്ടില്ലേ, നിറച്ച് നോട്ടുമാല കേട്ടോ. അതൊക്കെ തോട്ടം കൊണ്ടുണ്ടാക്കി തൊപ്പി. ഫുള്ള് തിരക്കാ. ഗോതമ്പ് പാടങ്ങളും കാണാൻ തുടങ്ങിട്ടോ. നല്ല രസമുണ്ട്. ഈ സൂര്യൻ്റെ വെളിച്ചം ആയിട്ട് തിളങ്ങണ് കണ്ടില്ല, ഒരു സ്വർണ്ണ കളറാവും. സമയം 5:30 മണിയായി. അപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ചായ കുടിക്കാം. പിന്നെ പറഞ്ഞാൽ പത്താംകോട്ടിലേക്ക് ഇവിടുന്ന് ഒരു 85 കിലോമീറ്റർ ഉണ്ട്. പോയി നോക്കാം എത്തുമെന്ന്. എത്തൂല എന്തായാലും. 8:05 85. അപ്പം പോണ വഴിക്ക് ഓടിക്കും സ്റ്റേ ചെയ്യാം. ഒന്ന് രാത്രി ആയി കഴിഞ്ഞാൽ അതുവരെ അങ്ങനെ പോവാം. വെളിച്ചൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പോയി ചായ കുടിക്കാം.
അപ്പോൾ ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടെന്നാണ് പറഞ്ഞത്, ഗുരുദ്വാര. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ സ്റ്റേ കിട്ടാണ് അവിടെ നിൽക്കട്ടോ, അതേക്ക് നന്നാവാം. അപ്പോൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടോ. ഇത് മത്തോർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടുത്തേതാ ഒരു ഗുരുദ്വാരയിലാണ്. അപ്പം ഇവിടെ ഒന്ന് ചോദിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഒരു പറഞ്ഞ് ഇവിടെ റൂം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, അവിടെ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ബെഡൊക്കെ ഉണ്ട്, നമുക്കത് അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിൽക്കാം. ഫുഡ് ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും, കാരണം ഇവിടെ വലിയൊരു ഗുരുദ്വാരൻ്റെ പരിപാടികളൊന്നും ഇല്ല. സാധാരണ ഗുരുദ്വാരയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിപ്പോൾ അത്ര വലുതല്ല. പക്ഷെ എന്തായാലും റൂം കിട്ടിയല്ലോ, അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം. എന്നാൽ സാധനം അതിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കാം. അതാ കാണുന്നതാണ് റൂം. വാവ്, വന്ന് ഇവിടെ അപ്പോൾ കിടക്കാം. ഫുഡ് കഴിക്കാൻ ഞങ്ങളിങ്ങനെ പുറത്ത് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഒരു സർദാർജി ഉണ്ട്, ആ പുള്ളിക്കാരൻ്റെ വീടാന്ന് തോന്നുന്നു, ഇവിടെ തൊട്ടടുത്ത് എന്തോ ഉണ്ട്, മുപ്പരവിടെ താമസം. അപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിക്കണം എന്തായാലും, അപ്പോൾ പുറത്ത് പോകണ്ട. ഇതാ നല്ല ചൂടുണ്ട് കേട്ടോ റൊട്ടിക്ക്. പിന്നെ ഇതെന്ത് കറിയാ, ദാൽക്കറി. ഓ അടിപൊളി. അപ്പോൾ എന്തായാലും ഇത് കഴിക്കാം. എന്തായാലും പ്രതീക്ഷിക്കാണ്ടാട്ടോ ഈ ഫുഡ് കിട്ടി. नहीं बस है മതിയോ? ആ ബസ് ഫുൾ. അപ്പോൾ എന്നാൽ കിടക്കാൻ പോവാണ്. 4ാമത്തെ ദിവസം കേട്ടോ, അടുപ്പിച്ചിട്ട് ഗുരുദ്വാര. നല്ല രസമുണ്ട് കേട്ടോ ഗുരുദ്വാരയിൽ നിൽക്കാൻ, എന്തായാലും അടിപൊളിയാണ്. റൂമൊക്കെ കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്നാ ഞങ്ങൾക്ക്. സൈക്കിളിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവിടെ അങ്ങനെ ആർക്കും കൊടുക്കാറൊന്നുമില്ല സ്റ്റേ ചെയ്യാൻ. പിന്നെന്ന് പറഞ്ഞാൽ നാളെ പത്താംകോട്ടിലേക്ക് ഒരു 80 കിലോമീറ്റർ ഉള്ളൂ, അത് പോവാം. വേറെ ഒന്നുമില്ല, രാവിലെ സാധാ മൈലി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ റൈഡ് തുടങ്ങാം. എന്നാലായിക്കോട്ടെ, ഗുഡ് നൈറ്റ്. പോലെ ഒരു മിനിറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം.